ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ? ഇന്ന് അപ്പൊ കുറെ ആയിട്ട് ഇല്ല നമ്മളോ, കുറെ ആയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, പ്രത്യേകിച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ചോദിക്കുന്നുണ്ട് ഒരു ഹോം ടൂർ ചെയ്യുമോന്ന്. ആ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല്, ഇന്ന് ഞാൻ പറഞ്ഞില്ലേ കുറെ ആൾക്കാർ കുറേ നമ്മള് ലൈവിലൊക്കെ ചോദിക്കുന്നുണ്ട് ഹോം ടൂർ ചെയ്യുമോന്ന്. അപ്പൊ വീടൊക്കെ ഒന്ന് കാണിച്ചു തരുമോ പറഞ്ഞിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഹോം ടൂർ ആണ് കേട്ടോ. നമ്മളെ വീട് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കണേ. എന്താ വെച്ചാൽ പുതിയതായിട്ട് വന്ന ഒരുപാട് ആൾക്കാർക്ക് നമ്മളെ വീട് കാണണം പറയുന്നുണ്ട്. അപ്പൊ വീടിന്റെ വീഡിയോ ആണ് എന്നിട്ടാ. അപ്പൊ ആദ്യമായിട്ട് കാണുമല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഞങ്ങളെ കുഞ്ഞു വീടാണ്. ആ കുഞ്ഞ് വീട് നിങ്ങളെ വീടുകളൊക്കെ വലിയ വീടാണ്. കാരണം ഞങ്ങളെ വീട് വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല, എന്നാലും ഞങ്ങളെ വീട് കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഇന്നത്തെ വീഡിയോ ഒരു ഹോം ടൂർ ആണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നേരെ ഇപ്പം നമ്മളെ വീട്ടിലേക്ക് ഇതങ്ങനെ കയറട്ടാ. കണ്ട ഇവിടെ ഒരു മുറ്റുണ്ട്, കുറച്ച് ഭാഗം ഏകദേശം മുറ്റുണ്ട്. ഇപ്പുറത്ത് കാണുന്ന അനിയൻ്റെ വീടാട്ടോ ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ നേരെ ചുറ്റോട്ട് കയറുക. അപ്പം മാളു പൊന്നൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ വീട്ടിൽ കയറുന്നതിൻ്റെ മുമ്പ് മാള് പോരാ, മാളുവിൻ്റെ ചെടികളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മളെ വീട്ടിലെ ചെടികൾ എന്ന് വെച്ചാലുള്ളത് കേട്ടോ. ഇതാണ്ട ഇതിൻ്റെ പേരെന്താണ്? അല്ല ഈ സാധനം ഇത് കടലാസം പൂവാണോ? ഇത് എന്തോ ഒരു തയ്യ്. അപ്പോൾ ഇത് ഞങ്ങൾ എന്താണ് മണ്ണൂത്തി പോയിട്ട് കൊണ്ടുവന്നാണ്. ഇതായി 1 2 3 4 5. ഈ കുട്ടികളൊക്കെ ഇങ്ങനെ കുട്ടികളിങ്ങനെ പറിച്ചിട്ടൊക്കെ അതിന്റെ മെയിൻ ആള് തയ്യാളാണ്. വെറുതെ ടൈം പാസിന് ഉള്ളിക്കേടെടുത്താണ്. പിന്നെ അപ്പം നോക്കിയത് കടലാസ് പൂവാണ്. ടോട്ടല് പല ഐറ്റംസ് കടലാസ് പൂവാണ് ഈ കാണുന്ന കേട്ടാ. 1 2 ഒന്നുമില്ല, കണ്ടില്ലേ? പല ഐറ്റംസ്. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് പൂവിട്ടല്ലേ? ഡിസംബർ ഫുള്ളാവും. പിന്നെ ഈ സൈഡിലേക്ക് ഇങ്ങനെ പോയാൽ ഇതാ കണ്ടില്ലേ, ഇവിടെ ടോട്ടൽ ഇത് എല്ലാം ഒരു കളറല്ല, പല ഐറ്റം കളറുകളാണ്. പിന്നെ നമ്മുടെ ബുള്ളറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതാ ഓക്കെ. ഇത് എന്ന് വെച്ചാൽ ഇത് മാളു ഇതുപോലെ തന്നെ നമ്മുടെ ഇങ്ങനെ ഉണ്ട്. ഇവിടെ ഈ ഗേറ്റിന് ഇങ്ങനെ ഉണ്ട്. നമ്മളെ ഫ്രണ്ട് ഗ്ലാസ് ഇങ്ങനെ വളച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ വളർത്തി കൊണ്ടുവരികയാണ്. പിന്നെ അതങ്ങനെ കടലാസ് പൂവ്. പിന്നെ ആ ഭാഗമൊക്കെ നിങ്ങൾ കണ്ടില്ല, പൊന്നു സൈക്കിൾ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഇതിങ്ങനെ ഒരു മൂച്ചി, അതുപോലെ തന്നെ ഈ മുള്ളൻ ചക്ക അതാണുള്ളത്. ഇനി നേരെ സിറ്റ് ഔട്ടൊക്കെ കയറാൻ പോവാണ്. ഓക്കെ, അപ്പം നേരെ ഇതാ ഓക്കെ. മാഷാ അല്ലാ. അപ്പോൾ പൊന്നു സ്കൂളിട്ടന്ന് വേഗം അവിടെ വെച്ചാണ് ഇട്ടത്. അപ്പം ഇങ്ങനെ നമ്മളെ സീറ്റ് ഔട്ടൊക്കെ നമ്മൾ കയറി, കണ്ടില്ലേ? പെയിൻ്റൊക്കെ ഉഷാറാക്കിയിട്ട് ഉണ്ടെന്ന് തോന്നണേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉപ്പയും മക്കളും അവിടെ ഒരു ബോർഡ് വെച്ച് നമ്മൾ വീടിനൊരു പേരിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ കുടിക്കാരത്തി ഇവിടെ ഉള്ളിലുണ്ട്. അതെ, അതെ. ഇത് നമ്മുടെ ലിവിങ്. ഈ ഉള്ള സ്ഥലത്താണ് നമ്മൾ ലിവിങ്ങും കാര്യങ്ങളൊക്കെ. ഇവിടെ ചെറിയൊരു ടി വി ഉണ്ട്. ഇതിന് മേലെ ഒരു ഷീറ്റ് ഇട്ടാട്ടാ. ഇതാ സംഗതി കുഴപ്പമൊന്നുമില്ല. ടിമ സ്കൂളിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഡൈനിങ് ടേബിൾ ഇതാ ഇങ്ങോട്ട് കുറച്ചുകൂടി ഒതുക്കിയിട്ടതാണ് സൗകര്യത്തിന് വേണ്ടിയിട്ട്. കാരണം ആകെയുള്ള സ്ഥലമുള്ള അതിലെല്ലാം ഒതുങ്ങണമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇവിടെയാണ്. അതെ, ഈ ഫാൻ നല്ല കാറ്റാണ്. വീട്ടിൽ ഏറ്റവും നല്ല കാറ്റുള്ള ഫാനാണിത്. റൂമത്തെ ഫാനൊന്നും പ്രത്യേകിച്ച് വെയിലായി നല്ല ചൂടായി കഴിഞ്ഞാല് റൂമത്തെ 2 ഫാനും കാറ്റുണ്ടാവില്ല. നല്ല കാറ്റുണ്ടാവും മഴക്കാലായാലേ. അപ്പൊ ഇവിടെ കിടക്കല്. ഇവിടെ നല്ലൊരു കോസടി വിരിച്ച് ഫാൻ ഇട്ട് കഴിഞ്ഞാ അടിപൊളിയാണ്. കുറച്ച് കൊതുവിന്റെ കടി ഒഴിച്ചാൽ നല്ല സുഖാ അല്ലേ? പിന്നെ ഇവിടുന്ന് ഇങ്ങനെ മേലേക്ക് അവിടെ ഒന്നുമില്ല, കോണി റൂമുള്ളൂ. അവിടെ ഇങ്ങനെ അയൺ ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. കാരണം അവിടെ കുറച്ച് ഇതൊക്കെ ഉള്ള ആണുങ്ങളെ കാണിക്കണില്ല.
ഇവിടെയാണ് അയൺ ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ല, അയൺ ബോക്സും അയൺ ടേബിളൊക്കെ അവിടെയാണ്. ഇത് നമ്മളെ വേസ്റ്റ്. ഇതെല്ലാം രണ്ടാമത് പിന്നെ ചെയ്തതാണ് കേട്ടോ. ഇപ്പൊ അടുത്ത് ചെയ്തിട്ടുള്ളൂ, കാരണം നമ്മൾ ചെയ്തൊന്നല്ല കേട്ടാ അല്ലേ. ആ അപ്പൊ ഇങ്ങനെ പോയാല് ഇവിടെ റൂമില്ലേ. ആ എങ്ങനെയുണ്ട്? മക്കളെ ബെഡ്റൂം കേട്ടോ. കണ്ടില്ലേ, ഇതില് ഈ അൽമറക്ക് ഡോറൊന്ന് വെച്ചിട്ട് ഇതിങ്ങനെ, പിന്നെ ഒരു ബെഡ്, ഇതിലൊരു അൽമറുണ്ട് കേട്ടോ. നമ്മളെ കുട്ടിമാ സ്കൂളിൽ തന്നിങ്ങനെ ഇതാ. പിന്നെ എങ്ങനെ വന്നാലും ഇവിടെ ബെഡ്റൂം, ഇതൊരു ബെഡ്റൂം, ഇതാണ് ഞങ്ങളെ ബെഡ്റൂം കേട്ടോ. ഇതിലൊരു അൽമറുണ്ട്, ഇതിന് മാത്രമേ ഡോർ വെച്ചിട്ടുള്ളൂ, അവിടെ വെച്ചിട്ടില്ല. പിന്നെ മാളുവിന്റെ ടൈലറിങ്ങിന്റെ ഭാഗമാണിത്. ഇതിന്റെ ടൈലറിങ്ങിന്റെ ഭാഗമാണ്. ഓക്കെ, ഇവിടെ ഒരു റാക്ക് ഉണ്ട്, റാക്കിമെല്ലാം ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്, ഇവിടെ ഒരു ബാത്റൂം കോമൺ. ഇതിന് ലോക്കില്ല. പിന്നെ ഇതാണ് ഞങ്ങളെ കൊച്ചടുക്കള. അടുക്കള ഇതാണ്. അപ്പൊ ഇത് അടുക്കള എന്ന് വെച്ചാൽ ഇത് അടുപ്പ് കുറച്ച് കംപ്ലൈന്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഗ്യാസ് മാത്രം കത്തുള്ളൂ. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ സാധാ അടുപ്പ് നമ്മള് സ്റ്റോർ റൂം കാര്യങ്ങളൊന്നും ഞാൻ ഒറ്റ അടുക്കള. ഈ സാധാ അടുപ്പ് നമ്മൾ വേറെ സെക്കൻഡ് ഹാൻഡ് കൊടുത്ത് ഉണ്ടാക്കിയത്, അതിന്റെ പേരിൽ കുറച്ച് കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ അതിന് റിപ്പയർ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അപ്പൊ തൽക്കാലം റിപ്പയർ ചെയ്യണ്ട, ഗ്യാസ് തന്നെ അല്ലേ. അല്ല, ഇന്റെ ഗീസറും ഗ്യാസ് തന്നെ ആവുമ്പളേ കുഴപ്പമില്ല. അതാണ് കുഴപ്പമില്ലാന്നോ. പിന്നെ സ്റ്റോറി കാര്യങ്ങളെല്ലാം ഇത് തന്നെയാണ്. അപ്പൊ ഇതാണ് ഫ്രിഡ്ജ്. പിന്നെ ഈ ബാക്ക് ഭാഗത്ത് ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്, പുറത്ത് എടുക്കായിട്ടുള്ള. ഇവിടെ രണ്ട് നമ്മളെ കള്ളന്മാരുണ്ടാവും. ഇവിടെ ഉണ്ട്, ഇവിടെ വാതിൽ ഓർക്കുമ്പോ കാവലിനുള്ളതാണ്. ഇവിടെ ഔത്തത്തെ വാഷ് ബേസ് അത് നന്നാക്കിയപ്പോ ഇങ്ങോട്ട് കൊടുന്ന്. ഇവിടെ ഒരു ബാത്റൂം, പിന്നെ വാഷ് മെഷീൻ. ഇവിടെ പുറത്തേക്ക് അതേപോലെ ഉള്ളത്തെ വേസ്റ്റ് എടുത്തിട്ട് പുറത്തേക്ക് വെച്ചാണ്. പിന്നെ ഇവിടെ കുറെ അയലുണ്ട്, കർട്ടനൊക്കെ തിരുമ്പി എടുത്തേക്കാനും വേണ്ടിട്ട് തിരുമ്പിട്ടതാണ്. ഒരൊറ്റ തെങ്ങാണ് നമുക്കുള്ളത്. ഒന്ന് കാണിക്കട്ടെ. ഇല്ല, ആ പ്രശ്നമില്ല, ഒരു തെങ്ങാണുള്ളത്. ഈ തെങ്ങ് അത്യാവശ്യം കുറച്ച് തേങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മാളു തന്നെ കുഴിച്ചിട്ടതാണ്. ഞാനൊരു കുഴി കുത്തി, പക്ഷെ എന്നോട് കുറേ പ്രാവശ്യം വെക്കാൻ വേണ്ടി ഞാൻ വെക്കാതെ ഇപ്പൊ മാളു വെച്ചതാണ്. ആ തെങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് എന്താണെന്നറിയോ, ആ തെങ്ങ് ഞാനവിടെ ഒരു കുഴി കുത്തിയിട്ടുണ്ട് തേങ്ങ പണ്ട് പേർപ്പണിന് മുന്നേ. അവർ തെങ്ങ് വെക്കാൻ വേണ്ടിട്ട് ഒരിടത്ത് പറിച്ചിട്ട് ഒരിടത്ത് വെക്കാൻ വേണ്ടി കുത്തിയതാണ്. പക്ഷെ ഞാൻ അന്ന് നല്ല പണിയും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണ്, ഞാൻ വണ്ടിയിലായിരുന്നു. പക്ഷെ മാള് ഒരു കുറച്ചിങ്ങനെ തൂമ്പ വന്നാതില്ലേ വെക്കണേ, അത് കൊടുത്തിട്ട് എന്നും പറയും. പക്ഷെ ഞാൻ വെക്കാതായപ്പോ ആളെന്നെ സ്വയം എന്ത് ചെയ്ത് ആ കുഴി ഗ്യാസീവ് കുഴി കുത്തിയത് വീണ്ടും മാന്തണ്ടി വന്ന് മാന്തിട്ട് അവളെന്നെ വെച്ച്. പക്ഷെ ആ തെങ്ങ് അൽഹംദുലില്ലാ മാന്തിച്ചാലേ പെരപ്പണിക്ക് വേണ്ടി അമർത്തി എല്ലാം കുയ്യൊക്കെ തൂർത്ത് അമർത്തി മുറ്റക്കായി നമ്മളെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് ആ കുയ്യ് കുത്തിക്കണത്. അപ്പൊ എത്ര പോലെ കല്ലിന്ന് വാരിട്ടിക്കണ നിങ്ങള്. ഒരു കുഴി എന്റെ കാലിന്റെ മുട്ടോളം വലിപ്പുള്ള കുഴി കുത്താൻ ഭയങ്കര ഇടങ്ങാറിയിക്കണേ. നിങ്ങള് അതാ JCB വെച്ചിട്ട് കുഴി ഇജ്ജാണ് മാന്തില്ല. അത് മാന്തണമെങ്കിൽ അതില് കുറെ കല്ല് താത്തിട്ടതാണ്. അങ്ങനെ പറയാൻ പറ്റൂല. ഇത്രയും തേങ്ങ നല്ല വലിയൊരു തെങ്ങായിട്ട് മാറി, അടിപൊളി തെങ്ങാണ്. അൽഹംദുലില്ലാ. അപ്പൊ ഒരു തെങ്ങ് 4 സെന്റ് നമ്മള് കുഴിച്ചിട്ട് കാണുണ്ടാക്കുമ്പോ ഒരു രസല്ലേ. പിന്നെ നമ്മള് കുയൽക്കിണറാണ് വീട്ടില്. പിന്നെ സാധാരണ ഞാൻ വെച്ചപ്പോ എന്താ പറഞ്ഞറിയോ, ആണ്ട് കുഴിച്ചിട്ട് നമുക്ക് പേരക്കുട്ടിയാക്കെ അരക്കാലോ പറഞ്ഞു കാണാൻ ഞാൻ കുഴിച്ചിട്ടിക്കണേ. അത് ഞമ്മക്കന്നെ അരക്കാൻ കിട്ടിയല്ല. 4.5 കൊല്ലം കൊണ്ട് പരിചയപ്പെടുത്തിയില്ല. 4.5 കൊല്ലം കൊണ്ട് സ്ഥിരമായിട്ട് ഞമ്മോടുള്ള ആളാണ്. ഇവിടെ ആണായി പറഞ്ഞൊരു പൂച്ചനെ ഇവിടെ ഈ രംഗത്തോടെയും കാണാൻ പാടില്ല. അതാണ് അടിച്ചു വണ്ടിച്ചു പോനെ. ഈ മീൻ ആ 3 പീസെടുത്ത് കാലിയൊക്കെ അറിയാം ഇവിടെ മാറ്റട്ടെ. പിന്നെ വീട്ടില് കുയൽക്കിണറിന്റെ ഇതൊക്കെ ഉണ്ട്. അവിടെ ഫ്രണ്ടിലാണ് കുയൽക്കിണറുള്ളത്, പെട്ടെന്ന് കാണൂല. സ്കൂട്ടി നിർത്തിയിട്ട് അതില് കാണൂല. അവിടെ സ്കൂട്ടി നിർത്തിയിട്ടില്ല, ചോട്ടാണ്. ഓക്കെ, എന്താണ് നിങ്ങള് ചാടാനുള്ള പറയണ്ട. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഓട്ടാ വിശന്നാലാണ് വരല്ലേ. അപ്പൊ ഞങ്ങളെ വീടിന്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടാ. ഡോക്കേ ഇജ്ജ് പോരുന്നുണ്ട്, അങ്ങോട്ട് വരാ. വാ 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 വാ. മനുഷ്യനെ പ്രണയിച്ച് നോക്ക്. ഈ കുഴൽക്കിണർ ഒന്ന് വെറുതെ സ്ലാബ് കാണിക്കാം.
അതാ സ്ലാവ്, ഒരു സ്ലാവ് കിടക്കണുണ്ട്, അതാണ് ഞങ്ങളെ കുഴൽക്കിണർ. കുഴൽക്കിണർ കിളച്ചത് നമ്മൾ ഭയങ്കര സ്ഥാനമൊക്കെ നോക്കി, അതിന്റെ അടുക്കള ഭാഗത്താണ് സ്ഥാനം നോക്കിയത്. പക്ഷെ ഈ കിളച്ചിട്ട് വെള്ളം കിട്ടിയില്ല, ഒരുപാട് 300 അടിയോളം താന്ന് ഒരു ഫായ്ദ കിട്ടിയില്ല. ആ സമയത്താണ് അതെ 300 താത്തി, 300 ഇല്ല 100 ചില്ല താത്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ പൊന്തിച്ച് 100 ചില്ല പാറ കാണില്ല, 100 ചില്ലാൻ താത്തി. എന്നിട്ട് നേരെ എന്ത് ചെയ്ത് അത് ആകെ നിരാശയിലായിരുന്നു. അപ്പോഴാണ് ഇവിടുന്ന് നമ്മളെ കുട്ടാടന്ന് നമ്മളെ മാളുവിന്റെ ഒപ്പം വന്നിട്ട് മൂപ്പര് ഐഡിയ പറഞ്ഞു ഇവിടെ കളിച്ചുകൂടി വെള്ളം കിട്ടും തന്നെ ഒരു സ്ഥാനം. ആ കിളച്ചതാണ്, വെള്ളം കൊണ്ട് കിളക്കാൻ പറ്റാതെ 100 ചില്ലാണ്ട് തന്നെ നിർത്തേണ്ടി വന്ന്. ഞങ്ങൾ 2 കളർ സ്കൂട്ടി ഇതാ കുട്ടി മോൻ വിശന്ന് വന്നിരിക്കുന്നു, ചായ അടിച്ചണ്ടേ? ബാബാ പിന്നെന്താ കഴിഞ്ഞില്ല, എത്ര ഉള്ളു ഞങ്ങളെ. പിന്നെ വേറെ പറയാനുള്ളതെന്ന് വെച്ചാൽ മലപ്പുറം ഡിസ്ട്രിക്റ്റില് കോട്ടക്കൽ ടൗണാണ് നമ്മളത്. ഇപ്പൊ കുറുകത്താണി എന്ന് പറയും, അതുപോലെ ചെറുസോല ഭാഗമാണ് നമ്മളെ വീട് നിൽക്കുന്നത്. ചെറുസോല കാക്കാത്താടെന്ന് പറയും. അപ്പൊ നമ്മൾ ലൈവിലൊക്കെ എല്ലാരും ചോദിക്കാനായിട്ട് അതുകൊണ്ട് പറഞ്ഞാണ്. കാണാനുള്ളതൊക്കെ കാണട്ടെ, വീഡിയോ പരമാവധി ഷെയർ ഒന്ന് ചെയ്ത് കൊടുക്കണം എല്ലാരും അല്ലെ. ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെന്താ, അപ്പോൾ വീടൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണെന്ന് വിചാരിക്കുന്നു. ബാങ്ക് കൊടുക്കുന്നുണ്ട്, വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോണേ. അപ്പോൾ വീഡിയോ കണ്ടവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആദ്യത്തെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ ഒരു പുതുപുത്തൻ വീഡിയോ വരുന്ന എല്ലാവർക്കും ഭക്ഷണത്തിനുള്ള സോപ്പിംഗ് ആണിത്, വിശന്നാലുള്ള സോപ്പിംഗ് ഇതാണ്. വിശന്നാത അങ്ങനെ കിടന്ന് മറിയും നമ്മളെ ഇതാ കാണണ്ട്, ഇതാ എന്റെ കണ്ടതാണ്ടില്ലേ. ഇപ്പൊ ഞാൻ എടുത്തരട്ടാ, ഇത് കണ്ടില്ലെങ്കിൽ മാളൂന്റെ കാലും കഴിയുമ്പോ വല്ലതും തരണേ വിശക്കുന്നു അമ്മാന്ന് പറയും. ഇതാ കണ്ടില്ലേ, ഭയങ്കര സ്നേഹമാണ് കണ്ടെങ്കില്, ഭയങ്കര അനുസരണാണ്. അടിച്ചു മാറ്റിയ കക്കുക ആ പരിപാടി ഒന്നും ഇല്ല. ഒരു സ്നേഹത്തിലുള്ള കടിയെ കടിക്കുള്ളൂ. കണ്ടില്ലെങ്കില്